കഴിഞ്ഞു പോയതായ 18 ദിവസങ്ങളിൽ വന്നു പോയതായ വീഴ്ചകൾ ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്ന് ശരിക്ക് പരിശോധിച്ചു നോക്കുക. ആ ഇനം ഒരു പക്ഷേ ഖുർആൻ പാരായണം ചെയ്തതിൽ വീഴ്ച വന്നാളായിരിക്കാം. എന്നാൽ ഖുർആൻ അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ച് തദ്ബീറോട് കൂടി ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി അല്പസമയം കണ്ടെത്തുക. അല്പസമയം റമദാൻ മാസത്തിൽ പകലാവട്ടെ രാത്രിയാവട്ടെ കണ്ടെത്തുക. റമദാൻ മാസത്തിലുള്ളതായ രാത്രി നിന്ന് നമസ്കാരം ഖിയാമുൽ ലൈൽ അത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കഴിവിന്റെ പരമാവധി ഖുർആൻ നീട്ടിവലിച്ച് ഓതിയും കൊണ്ട് നിസ്കരിക്കുക എന്നതാണ് ഈ ദിവസങ്ങളിൽ നാം ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ടതായ സൽക്കർമ്മം. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരു വ്യക്തി ഈമാനോടുകൂടി അല്ലാഹുവിലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസത്തോടുകൂടി അപ്രകാരം തന്നെ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന ആ പ്രതീക്ഷയോടുകൂടി ആഗ്രഹത്തോടുകൂടി ഒരാള് രാത്രി നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ കഴിഞ്ഞുപോയതായ സർവ്വ ചെറുദോഷങ്ങൾ അവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് സഹീഹായ ഹദീസിൽ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹിയിൽ നിന്നിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വല്ല വീഴ്ചകൾ വന്നു പോയവരുണ്ടെങ്കിൽ ആ വീഴ്ചകൾ അകറ്റാൻ വേണ്ടി പാടുപെടണമെന്നത് മക്ക ഇമാമും മദീന ഇമാമും ഇന്ന് ഉണർത്തിയതായ ഭാഗമായിരുന്നു. അതോടൊപ്പം നമുക്ക് അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ വിശാലമായ അനുഗ്രഹത്തെ ശരിക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശേഷിക്കുന്ന ദിവസങ്ങളിൽ വളരെ കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് അല്ലാഹു ആ റമദാനിന്റെ മാസത്തിൽ പറഞ്ഞതായ ആ പ്രത്യേക ആയത്തുണ്ടല്ലോ, എന്ത് അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന ആയത്തുണ്ടല്ലോ. എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവനിലേക്ക് ഞാൻ അങ്ങേ അറ്റം അടുത്തവനാണ്. ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ. എന്നോട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് എന്നോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഞാനാണ് മറുപടി നൽകുക. ഫല്യസ്തജീബൂലി. അപ്പോൾ മറുപടി കിട്ടണമെങ്കിൽ എന്ത് വേണം? എന്റെ കൽപ്പനകൾക്ക് അവൻ മറുപടി നൽകട്ടെ. ഞാൻ അവനോട് ആവശ്യപ്പെട്ട പല ആവശ്യങ്ങളുണ്ട്, അതിന് അവൻ മറുപടി നൽകട്ടെ. ഫല്യസ്തജീബൂലി, അവൻ എനക്കുത്തരം ചെയ്യട്ടെ. അഥവാ അള്ളാഹുവിന്റെ കൽപ്പനക്ക്, അള്ളാഹുവിന്റെ വിധിക്ക്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിൽക്കൽ കൊണ്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് മറുപടി നൽകുക. എന്നെ കൊണ്ട് കെട്ടുറപ്പുള്ള വിശ്വാസമുള്ള ആളായി അവൻ മാറട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർക്ക് സത്യം ലഭിക്കുക, അവർ സന്മാർഗത്തിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി അവർ മാറാൻ വേണ്ടി എന്നാണ്. അപ്പോൾ ദുആ ആത്മാർത്ഥമായിട്ട് ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ടതായ ഇബാദത്തുകളിൽ ഒന്നാണ്. അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്നു അവന്റെ അടിമ അവനിലേക്ക് കൈപ്പൊക്കുമ്പോൾ, കേണപേക്ഷിക്കുമ്പോൾ. അവൻ നേതാവാണ്, അവൻ രാജാവാണ്, അവൻ രാജാതിരാജനാണ്, അവൻ ഷിട്ടാവാണ്, അവൻ രക്ഷിതാവാണ്, അവന്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. ഷിട്ടുകളുടെ ആരുടെ കയ്യിൽ ഒന്നുമില്ല എന്നതായ വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം, ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യം, സമർപ്പണ ബോധത്തോടു കൂടിയുള്ളതായ ആ രൂപത്തിലുള്ള ദുആ പ്രാർത്ഥന, അതാണ് അള്ളാഹുവിന് ഇഷ്ടം. അതാണ് അടിമയിൽ നിന്നിട്ട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ആ രൂപത്തിൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടുക ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ.